കുടിക്കണം, കാരണം തല ഇറങ്ങുന്നു. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോളോ വ്ളോഗ്സ്. ഇതിനകത്ത് നമ്മൾ റോബ്ലോക്സിന്റെ മാത്രം വീഡിയോ ഇടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ എപ്പോഴും നമുക്ക് ഇട്ടോണ്ടിരിക്കാം. എല്ലാവരോടും ഇപ്പോഴേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കണിലും ഞെക്കി വെച്ചേക്കും, കാരണം നമ്മൾ എപ്പോഴും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. പക്ഷേ റോബ്ലോക്സിനകത്ത് കാറിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഡ്രൈവിംഗ് സ്കൂൾ ബിജിഎം ആ ബീജം കേട്ടിട്ട് എനിക്ക് ഏമ്പക്കം വന്ന്. ഇറ്റ്സ് ഇൻക്രെഡിബിളി ഡിസപ്പോയിന്റ്മെന്റ്. അയ്യോ, എന്റെ ഡ്രൈവിംഗ് കൊള്ളത്തില്ലെന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. യു നീഡ് ടു കംപ്ലീറ്റ് യുവർ ഡ്രൈവിംഗ് ടെസ്റ്റ്. ശരിയെന്നാ, ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തേക്കാം. ഓർ ഐ വിൽ ബാൻ യു ഫോർ എവർ. എന്റെ ഗെയിമിൽ നിന്ന് മൊത്തത്തിൽ അവൻ ബാൻ ചെയ്ത് കളയോ. നീ ടെസ്റ്റ് കാർ, എനിക്ക് ഫെറാറി വേണം. 119 രൂപയോ? നോ നോ നോ. സാധാരണ ആണെങ്കിൽ സാധാരണ കാർ അതാ, ഒരു സോപ്പോട്ടി കാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്തോന്ന് വെച്ചാല്, അയ്യേ ഇത് ഈസി ആണല്ലോ. വേഗം തന്നെ ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഈസി പീസി. അയ്യേ, ആദ്യത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അയ്യോ, നൊസ്റ്റാൾജിയ സാധനം. അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോവാം. ഇതാണ് സ്റ്റേജ് 2, കാർ അൺബോക്സ്. അതെന്തോ എല്ലാം പൈസ കൊടുക്കേണ്ട ഓരോ സാധനങ്ങൾ. നമുക്ക് അതൊന്നും വേണ്ട. ഇത് കൊള്ളാതെ നമ്മൾ പോകേണ്ടി വരും അല്ലേ. ഇതാദ്യം ഇത് എങ്ങനാ പോകുന്നത് നമ്മളൊന്ന് നോട്ടീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുവഴി കയറി പോവുക. അത് ശരി, ഈ പ്രോ പ്ലെയർ ആയ എന്റെ അടുക്കാണോടാ മുട്ടിയില്ലാന്ന് പറഞ്ഞ് നിർത്തട്ടെ ഞാൻ. മാറ്റരാ. കണ്ടോ ഞാൻ ഭയങ്കര പ്രോയ ആള്. ഈ കാർ ഇപ്പൊ വരുമെന്ന്. പക്ഷെ ഇവിടെ ഒന്നും പാർക്ക് ചെയ്യേണ്ട സ്ഥലമില്ലേ? പക്ഷേ ഇല്ലല്ലേ. ഓക്കെ നമുക്ക് പോവാം. ഓക്കെ, നമ്മൾ സ്റ്റേജ് 4 ആയിരിക്കുന്നു. ഇവിടെ പാർക്ക് ചെയ്യേണ്ട സ്ഥലമുണ്ട്. നമ്മൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യും. കൊള്ളാം, നമ്മളോടാ കളി. ഈസി ആയിട്ട് പാർക്ക് ചെയ്യും. അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊള്ളും, എന്നാലും നമ്മൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യും. എന്താ ഇതൊക്കെ. അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോവാം. ബിജിഎം കൊള്ളാം. ഈ അപ്പൂപ്പനല്ലേ ഞാൻ തോറ്റു വന്നറ. ജയിച്ചടാ ഞാൻ. വെയിറ്റ് ഫോർ ദ ബ്രിഡ്ജ് ടു ബി സേഫ്. അയ്യോ, ആ ബ്രിഡ്ജിന്റെ അതുവഴി ഏതാണ്ടൊക്കെ പോകുന്നുണ്ട്. ട്രെയിനാന്ന് തോന്നുന്നു. ഈ ബ്രിഡ്ജ് താന്ന് കഴിഞ്ഞിട്ടേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലില്ല, ഞാൻ അതിന് മുന്നേ കയറും. നമ്മള് ഇത് പൊങ്ങാൻ നേരം നമ്മൾ ഇവിടെ നിന്നാ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. എനിക്ക് കയറിയൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ നോക്കുന്നത്. ഇത് പൊങ്ങാൻ. ഓക്കെ, കേറ്. വണ്ടിക്ക് തീരെ ഒരു ഇതില്ല. നല്ല കാറായിരുന്നു, ചാടിക്ക് കയറ്റിയാണ് ഇതുവഴി. നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് സ്റ്റേജ് 6ലേക്ക്. ഫൈൻഡ് എ പാർക്കിംഗ് സ്പേസ്. പോടോ എണ്ണിച്ച് എനിക്ക് കണ്ടാൽ മനസ്സിലാവും താൻ വലിയ മറ്റവനാന്ന് പറയാം. ഇത് തിരിച്ച് കയറ്റിയാലോ നമുക്ക്. തിരിച്ച് പുറകോശം വെച്ച് തിരിച്ചു കയറ്റാം. നമ്മൾ സ്കില്ല് കാണിക്കും, അത്രേ ഉള്ളൂ. പോട്ടെ. ഓടിയട്ടെ. കറക്റ്റായില്ല. ഇടിക്കല്ലേ. ഇടിച്ച്. ഓ, ലെറ്റ്സ് ഗോ. വെയിറ്റ് ഫോർ ദ ഗ്രീൻ ലൈറ്റ്. പറ്റത്തില്ല. എന്തോടെ ഇത്, റോക്കറ്റോ? നേരത്തെ ഒരു ട്രെയിൻ പോയി, അത് ഇത്ര സ്പീഡിലല്ല പോയിക്കൊണ്ടിരുന്നത്. പച്ച ലൈറ്റാ കത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നും ഇടിച്ച് നമ്മള് ശ്രദ്ധിച്ചു വേണം ഇതിനകത്ത് പോകാൻ. കാര്യം എന്താന്ന് വെച്ചാൽ വേഗം കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നി പറയുന്നത്. ലെറ്റ്സ് ഗോ. എന്റെ പുറകിലത്തെ ലൈറ്റ് ഓഫ് ആയോ? ഓ നോ. പോട്ടെ, ലൈറ്റ് ഓഫ് പോട്ടെ. ദ കോഡ് ഫോർ ദ ഡോർ ഈസ് ഓൺ സംവെയർ. എന്തോ ഒരു കോഡോ കോപ്പോ ഏതാണ്ടുണ്ടെന്ന്. എവിടാണ്? അയ്യോ, തീരെ കാണാൻ പറ്റാത്തൊരു എടുത്താണ് വെച്ചേക്കുന്നത്. 6614. ശരി, 6614. അതുണ്ടായിരുന്നു അല്ലേ. ആ കാർ നമുക്ക് കിട്ടുമോ? അതെങ്ങനെ കിട്ടുന്നത്? അത് പൈസ കൊടുക്കണമെന്ന് പറയല്ലേ. അതൊന്നും ചെന്ന് ഒന്ന് തൊട്ട് നോക്കാം. 200 രൂപ. അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഇറ്റ്സ് നൈറ്റ്, ബി കെയർഫുൾ. എടാ മോനെ, എന്റെ കണ്ണുണ്ടല്ലോ 4K. എനിക്ക് ഒരു പ്രശ്നമില്ല. അയ്യോ, സോറി. അവിടെ എവിടെയൊക്കെ അവോയ്ഡ് ദ ഒബ്സ്റ്റക്കിൾസ്. എനിക്ക് എന്തോന്ന് ഒബ്സ്റ്റക്കിൾസ്. ഇപ്പൊ പോയി കാണിക്കാം. ഇതുവഴി നമുക്ക് പോവാം. Let's go. ഇടിക്കല്ലേ. നമ്മുടെ ദേഹത്തോട്ട് ഒന്നും കൊള്ളത്തില്ല. നമുക്കറിയാം എപ്പോഴാ കറക്റ്റ് പോകേണ്ടത്. നമ്മൾ ഒരു ഒറ്റ സമയം പോലും നമ്മൾ പാഴാക്കുന്നില്ല. അതാണ്. ഓ നോ, ഓയിൽ ലീക്ക്. എവിടെ? ഓയിൽ ലീക്ക് ഒന്നും ഇല്ല കേട്ടോ. ഓ, റോഡിൽ ഓയിൽ ലീക്കോ? അത് അതീ ഡേഞ്ചറസ് ആണല്ലോ. അത് കൊള്ളാൻ നമ്മൾ പോണം. ഈ ഓയിലില് കൊണ്ടുകഴിഞ്ഞാൽ എന്ത് പറ്റും? അയ്യേ, ഓയില് കൊണ്ടുകഴിഞ്ഞാ അമ്മാതിരി ഇടിയൊന്നും ഇടിച്ചില്ല. അത്ര ആക്ഷൻ ഒന്നും കാണിക്കണ്ടായിരുന്നു. വെയിറ്റ് ഫോർ ദ പെഡസ്ട്രിയൻസ്. എന്താ ഇനി ഇടിക്കാൻ കളയാൻ പോവാ എല്ലാത്തിനും. ഇടിക്കാനിപ്പൊ കളഞ്ഞ അവനെ പോടാ. കിട്ടിയില്ല, അവനെ ഇടിപ്പിക്കാൻ പോവാ. അയ്യോ, ഞാൻ ഇനി വന്ന അവൻ എന്റെ കാറിനാ വന്ന് ഇടിച്ചേ. പോട്ടെ. നമ്മള് നിർത്താ ബ്രേക്ക് പിടിക്കാൻ പോണോ? അതാണ് ചാലഞ്ച്. അത്രേ ഉള്ളൂ. അവൻ എന്റെ കാറിലാന്ന് വന്ന് ഇടിച്ചേ. പുറകില് ബ്രേക്ക് പിടിക്കാൻ പോവാൻ പോവാ. പിന്നെ ബ്രേക്ക് പിടിക്കാൻ പോവാൻ പോവാ. ലെറ്റ്സ് ഗോ. സ്റ്റേജ് 12 നമ്മൾ അങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്നത്. അയ്യേ, എനിക്ക് ഇയാടെ വായിക്കോ പോലും വേണ്ടോ. ഞാൻ പോവും. നമ്മള് വിചാരിച്ച പോലെ അല്ല വെച്ചു. പഴയ പാലം, അത് പൊളിഞ്ഞു പോവും. അതാണ് സംഭവം. മനസ്സിലായോ? അയ്യോ, സ്റ്റക്കായടാ ഞാൻ. റീസെറ്റ് ആക്കിയപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ഏറ്റവും ആദ്യം ചെന്ന് വീഴുവത്. അതില്ല, ഇത് പഴയ പാലവാ. നമ്മൾ നോക്കിയും കണ്ടും പോണം. ലെറ്റ്സ് ഗോ. ഓർഡർ മീ എ ചീസ് ബർഗർ പ്ലീസ്. നിനക്ക് പോയി ചീസ് ബർഗർ ഓർഡർ ചെയ്യല്ലോടാ. ഞാൻ ഒരു ചീസ് ബർഗർ ഓർഡർ ചെയ്ത് കൊടുക്കണമെന്ന്. ഇതൊക്കെ ഒരു ടെസ്റ്റാന്ന് തോന്നുന്നു. ഓർഡർ ചെയ്ത് അന്നല്ലേ ഞാൻ. പോരെ ചീസ് ബർഗർ ഇന്നാ? വേണം പോയറാ ചീസ് ബർഗർ. ചീറ്റ് ബർഗർ. ദർ ഇസ് എ ബിഗ് ഹിൽ. ഒരു പ്രശ്നമില്ല മച്ചു, നമ്മുടെ കാറ് കയറത്തില്ല.
കേറത്തില്ല. മുണഞ്ഞ ഈ സോപ്പ് പൊട്ടി കാറ് കേറത്തില്ല. അതിന് വേണ്ടി നമ്മൾ ഓടിച്ചിട്ട് കയറ്റാൻ പോവാ നമ്മള്. ഈ കാറ് തീരെ വലിക്കുന്നില്ല ഗൈസ്. ഓ സ്ലിപ്പറിയാ, ബ്രേക്ക് ഒന്നും കിട്ടൂല ഇവിടെ. അത് പറ, ബ്രേക്ക് കിട്ടത്തില്ല. ഓ എസ്കേപ്പ് ദ മെയ്സ്. അയ്യോ ഇത് കുറച്ച് തുരങ്കമാണിത്. ഈ വഴിയായിരിക്കും പോകേണ്ടത്. എന്റെ മനസ്സ് പറയുന്നത് ഈ വഴിയാ പോകേണ്ടത്. ഞാൻ ഗസ് ചെയ്യുന്നതൊന്നും തെറ്റാവാറില്ല. ലെറ്റ്സ് ഗോ. ഇതുവഴി പോകാം നമുക്ക്. എന്നിട്ട് ഈ വഴി തിരിയാം, എന്നിട്ട് ഈ വഴി പോകാം. ഞാൻ ഇപ്പൊ പുറത്ത് കിടക്കും. ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒന്നുമില്ലായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം ഇവിടെ ആയിരിക്കും. എനിക്കറിയായിരുന്നു. അപ്പുറത്തെ വഴി പോയാലും നമ്മൾ ഇവിടെ എത്തിയേനെ. ഞാൻ ഇവിടെ എത്തിയില്ലടാ, എത്തി കഴിഞ്ഞിട്ട് ജയിപ്പിക്കടാ. ഞാനിവിടെ മുട്ടി കളിക്കുന്നേ ഉള്ളൂ. വിച്ച് ബട്ടൺ? ഏതോ ഒരു ബട്ടൺ ഞെക്കിയാൽ അത് പോകും. ഈ ബട്ടൺ എന്റെ ഗസ് കറക്റ്റ് ആണെങ്കിൽ ഈ ബട്ടൺ. യെസ്, എനിക്കറിയാം. മറ്റേ ബട്ടൺ ഞെക്കിയായിരുന്നു നമ്മൾ തൊലഞ്ഞു പോയത്. ഈ പ്രാവശ്യം ഈ ബട്ടണിലായിരിക്കും ഞെക്കേണ്ടത് അല്ലേ? അതെ. അപ്പൊ ആ ബട്ടൺ ഞെക്കിയാൽ എന്തോ പറ്റും നോക്കട്ടെ. നമ്മളെല്ലാം നോക്കി തന്നെ വേണം പോയാൽ. അയ്യോ വേണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ഞെക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒന്ന് ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. ചൂസ് എ ടണൽ. എനിക്കറിയാം നമ്മൾ ഇത് ഈസിയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ടണൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തൊലഞ്ഞു പോകും. ഇത് പാടാ. അപ്പൊ ഈ ടണലിൽ കൂടെ തന്നെ നമുക്ക് പോവാം. ഈ ടണലാണ് ഏറ്റവും ബെസ്റ്റ്. കണ്ടോ, ഇതെല്ലാം ഡെമ്മി പീസ് ആയിരുന്നു. എനിക്കറിയാമായിരുന്നു ഇതെല്ലാം ഡെമ്മി പീസ് ആയിരുന്നു. മറ്റേടത്തൂടെ പോയായിരുന്നു എന്തോ സംഭവിച്ചതിനെ നമുക്ക് നോക്കാം. ഇതുവഴി പോയി കഴിഞ്ഞാൽ നാശം ഉണ്ടായേനെ. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇത് ടൈം ഉണ്ടാ ഇല്ലല്ലോ. തീരാറായോ? പാർക്ക് ദ കാർ ട്വൈസ്. 2 പ്രാവശ്യം കാർ പാർക്ക് ചെയ്യണം. ഒന്ന് ഇവിടെ, ഒന്ന് അവിടെ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു തോന്നുന്നു. ഇത് 20ാമത്തെ ലെവലാണ്. അയ്യോ സോറി, അതിലൊന്നും ചെറുതായിട്ടൊന്ന് തട്ടി. എന്നാലും നമ്മൾ പാർക്ക് ചെയ്യും. പാർക്കായി. ഹെൽത്ത് വളരെ കുറവാണ്. നമുക്ക് 70% ഹെൽത്തേ ഉള്ളൂ. ഇത് ഇങ്ങോട്ട് കയറ്റുക. പാർക്ക് ചെയ്യ്. പാർക്ക് ചെയ്തേ. 55% ഹെൽത്തി. അയ്യോ കാർ അവിടെ ഇവിടെയൊക്കെ ഇടിക്കുന്നുണ്ട് മിക്കവാറും. ഡോണ്ട് ഫാൾ ഇൻ ടു ദ വാട്ടർ. വീഴത്തില്ലടാ. വീണാലും എനിക്ക് നീന്തൽ അറിയാം. ഇനി വെള്ളത്തിൽ കൂടെ പോകാതെ നമ്മൾ പോകണം സുഹൃത്തുക്കളെ. എങ്ങനെ നമ്മൾ വെള്ളത്തിൽ ചാടാതെ പോകും? അയ്യോ ഇവിടെ കാർ സ്റ്റക്കാടാ. ഇവിടെ അത് വൃത്തിയായിട്ട കാറല്ലേ തന്നിക്കുന്നത്, പിന്നെ ഇങ്ങനെ സ്റ്റക്കാവാതിരിക്കുന്നത്. അയാളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ അയാൾ നല്ല കാർ വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പിള്ളേരൊക്കെ ചെന്ന് കുടുങ്ങി പോകും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്തോ ചാലഞ്ച്? റീഫ്യൂൽ യുവർ കാർ. അതിനെന്താ ഇപ്പൊ റീഫ്യൂൽ ചെയ്യും? അയ്യോ ഇപ്പൊ വല്ലത്തിലും ഞാൻ ഇടിച്ചേനെ. യൂസ് ദ പമ്പ്. കാർ അടങ്ങിയേക്ക് കാറെ. ഒരു തരത്തിൽ നിൽക്കാത്തൊരു കാറാണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, നമ്മൾ കാറിൽ പെട്രോൾ അടിച്ചു. ഇനി നമുക്ക് ഇതിലെങ്കും ഒന്നും കൊള്ളാതെ പോകണം. ഇനി എന്തോ ചെയ്യണ്ടേ? ട്രെയിൻസ് ആർ കമ്മിങ്. തീർന്നില്ലയോടോ തന്റെ ടെസ്റ്റിങ്? ട്രെയിൻ കമ്മിങ്. ട്രെയിൻ ഇടിച്ച്. ഇനി ട്രെയിൻ ഇടിക്കത്തില്ല. ഈ വഴിയാ പോണ്ടേ. ഈ കാറിന് തീരെ ഹെൽത്ത് ഇല്ല. 40% ഹെൽത്തേ ഉള്ളൂ. 100% കടന്നയാ. ഇടിപ്പിക്കാതെ പോയി. ഇനി 10% ഹെൽത്തേ ഉള്ളൂ നമ്മുടെ കാറിന്. ഇനി തീരെ ഇടിപ്പിക്കാതെ നമ്മൾ പോകണം. ഒരിടത്തും ഇടിപ്പിക്കാതെ മെയിനായിട്ട് നമ്മൾ പോകണം. ഇടിപ്പിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടൈമില്ല പോവാനായിട്ട്. ഈ ടൈമിൽ ഇപ്പോൾ കയറി പോകണം. ഈ ടൈമിൽ കയറിപ്പോ. യെസ്, ഹെൽത്ത് മൊത്തം പോവുക ഇങ്ങനെ കളിച്ച്. ഈ കാറിന് നേരാൻ ബ്രേക്ക് ഒന്നുമില്ല ശരിക്കും പറഞ്ഞാല്. ഇത് പോയ ടൈമാ. ട്രെയിൻ പോയ ടൈം നോക്കി പോ. തീരെ ഹെൽത്ത് ഇല്ല. ഹെൽത്ത് ഫുള്ളായി. റോഡ് വർക്ക് ഹെഡ്. അതൊന്നും പ്രശ്നമുള്ള കേസല്ല. ഞാൻ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഹൈവേ പണിയാണ് നടക്കുന്നത്, അറിയാവേ. മൊത്തം റോഡ് പണിയാ. ലെറ്റ്സ് ഗോ. അയ്യോ ചെറിയൊരു ലാഗ് ഒക്കെ ഉണ്ടായി. അതെന്തായിരുന്നു? കണ്ടോ? ഫോഗാ. നമുക്ക് ഫ്രണ്ടിലുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ അത് സീനുള്ള കേസല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ കണ്ണ് 4K. നമ്മൾ പോവും ഇതുവഴി. എന്തോത്തിലോ ഒന്ന് ഇടിച്ചല്ലോ. ഡോണ്ട് ലെറ്റ് ദ ഫയർ സ്റ്റോപ്പ് യു. അയ്യോ ഫയറാ. ഓ ഷിറ്റ്. നിക്കേ. ലെറ്റ്സ് ഗോ. ജമ്പ്. അയ്യോ ഹെൽത്ത് തീരെ ഇല്ല. 40%. ഫ്ലഡ് വാർണിംഗ് ഹെഡ്. വെള്ളം പൊങ്ങും. എനിക്കറിയാമായിരുന്നു വെള്ളം പൊങ്ങുമെന്ന്. വെള്ളം പൊങ്ങാൻ ഞാൻ എങ്ങനെ പോവാനായി? യോ വെള്ളം പൊങ്ങാത്ത സമയം മണ്ടവരെ ചെല്ല്. കണ്ടോ? ഇനി അവിടെ നിൽക്കണം. വെള്ളം പൊങ്ങുന്ന വരെ പുറകിലോട്ട് പോ.
ഇനി വെള്ളം പൊങ്ങുന്ന ടൈമിൽ നമ്മൾ ഈ മണ്ട കയറി നിൽക്കണം, അങ്ങനല്ലേ? ഇനി വെള്ളം താഴെ നേരെ നമ്മൾ പോകണം, അവിടെ എത്തണം. ഓക്കെ എനിക്ക് മനസ്സിലായി. കാര്യങ്ങളെല്ലാം നമ്മൾ വേഗം മനസ്സിലാക്കി വേണം മുമ്പോട്ട് നീങ്ങാനായിട്ട് ജീവിതത്തിൽ. ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അതിന് മുന്നേ പോവാ. പിക്ക് ദ കാർ വിത്തൗട്ട് ക്രാഷിംഗ്. പാർക്ക് ദ കാർ വിത്തൗട്ട് ക്രാഷിംഗ്. ക്രാഷ് ചെയ്യാതെ പാർക്ക് ചെയ്യണം, അവിടെ ഇവിടെ തൊടാതെ പാർക്ക് ചെയ്യണം. പണ്ട് ഡോട്ടർ ഡ്രൈവ് കളിച്ചുള്ള ഒരു പരിചയമുണ്ട്, നമ്മൾ ഇതിനോട് ചേർത്തടിപ്പിക്കുക. ഇനി ഇങ്ങനെ പോവുക. അതെന്തുവാ ഈ കാറ് ശരിയല്ലെന്ന്, കാറ് ശരിയായിട്ടല്ലെന്ന് പാർക്കാവുന്നത്. ചെറുതായിട്ടൊന്ന് ടച്ച് പാർക്ക് ചെയ്ത് എന്തായാലും അവസാനം പാർക്ക് ചെയ്ത് ഞാൻ 28ാമത്തെ ലെവലിൽ. ഇനി വലിയ ഒബ്സ്റ്റക്കിൾ കോഴ്സ് അവിടെ കിടക്കുന്നേ ഉള്ളൂ. അയ്യോ, ഇത് ഞാൻ പാർക്ക് ചെയ്തത്, എനിക്ക് വേണമെങ്കിൽ നേരെ കയറി പോവാം. ഞാൻ ഒരു പ്രാവശ്യം പാർക്ക് ചെയ്തതാ. പിന്നെ പോട്ടെ. വലിയ ഒബ്സ്റ്റക്കിൾ കോഴ്സ് ഒക്കെ ഉണ്ട്, ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. താഴെ ലാവയുണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കയറി പോകും. കണ്ടോ, ആകെ അത്രേ ഉള്ളൂ. 30ാമത്തെ ലെവലിൽ നമ്മൾ എത്തിയിരിക്കും. ഓ ഷിറ്റ്, ദിസ് ഈസ് വെരി ബാഡ് ഗെയിം. ഈ ടൈമിൽ കയറി പോവാം. ആ ബോൾ ഇപ്പോഴേ കമോൺ ലെറ്റ്സ് ഗോ. അത് അവിടെ എവിടെയും തൊടാതെ പോണം, ഒന്ന് തൊട്ടാ വീഴും. അവോയ്ഡ് ദ ബോൾ. നേരത്തെ ഒന്ന് പറയണ്ടായിരുന്നോ ബോൾ അവോയ്ഡ് ചെയ്യാനായിട്ട്? എന്തിയാ ബോള്? ബോള് വരട്ടെ. എന്താ ബോള് വരാത്തേ? നമ്മളിവിടെ തൊട്ടാലേ ബോൾ വരത്തുള്ളൂ അല്ലേ? ബോൾ അവോയ്ഡ് ചെയ്ത് ഇനി പോ. ഇനിയും വേറെ ബോൾ വരത്തില്ലല്ലോ അല്ലേ? വരത്തില്ല. ഓ, വേറെ ബോൾ എന്തായാലും വന്നില്ല. ഫിനിഷ് ആയില്ലയോ? ഇനിയും ഉണ്ടാ? ഇനി രാത്രി നമ്മൾ ചെയ്യണ? ഇത് തുറമ്പ് ഒരുപാട് അങ്ങോട്ട് കുറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, ഒരുപാട്. ഇതായിരിക്കും ഫിനിഷ് അല്ലേ? ഇതിൽ ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇത് തീരുവ. ഇതോടുകൂടി തീരുവാന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇത് തീരുവ. ദിസ് ഈസ് ഫിനിഷിങ്. യെസ് വി അയ്യോ, കട്ടി സാധനങ്ങൾ ഇനിയുണ്ട്. ഇതെന്താ തീരാത്ത? ഇത് ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ല, ഇത് അവസാനമാ. ഇതും കൊണ്ടങ്ങ് തീർക്കുവാ മനുഷ്യനെ അയാള്. ഇതെന്തൊരു ഡ്രൈവിംഗ് ടെസ്റ്റ്? ഇത് പാടായിക്കൊണ്ടേ ഇരിക്കും. ഓരോ ലെവല് കഴിയും. സ്റ്റക്കായി കാറ് സ്റ്റക്കായി. ഇനിയിപ്പോൾ എന്തോ ചെയ്യാന്? റീസെറ്റ് ചെയ്യാനേ പറ്റൂ. നോക്കിയും കണ്ടുമൊക്കെ പോവാ. ഇതായിരിക്കും ഏകദേശം ലാസ്റ്റ് ലെവൽ ആവാറായെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇത് ഏകദേശം ലാസ്റ്റ് ലെവൽ ആവാറായി. അവിടെ എവിടെയും തൊടാതെ നമ്മൾ പോകണം. ഇതുവഴി കയറി ഇങ്ങനെയാണ് പോകേണ്ടത്. ഓക്കെ ലെറ്റ്സ് ഗോ. നമ്മൾ വീഴുമെന്ന് പറഞ്ഞ് ഒരുപാട് അങ്ങോട്ട് പയ്യെ പോരുത്, അത് ഭീരുത്വമാണ്. നമ്മൾ സ്പീഡി. ദർ ഈസ് ഓൺലി വൺ വേ, നോക്ക് ദം ഓവർ. ഇതിൽ ഞാൻ ചെന്ന് ഇടിക്കുന്നത് ചിലപ്പം ഇതായിരിക്കണേ. യെസ്. അപ്പം ഇതായിരിക്കും. അതേ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തുലഞ്ഞേനെ, പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇപ്പോൾ പറ്റത്തില്ല. ഇപ്പോൾ ഇതായിരിക്കും. കാര്യമായി നമ്മൾ കറക്റ്റ് കൊണ്ടുവന്ന് ഇടിച്ച്. ദ ബിസിയസ്റ്റ് റോഡ് ഓൺ റോബ്ലോക്സിലെ ഏറ്റവും ബിസി റോഡാണിത്. കുഴപ്പമില്ല, നമുക്കൊന്നും പ്രശ്നമുള്ള കേസല്ല. റോബ്ലോക്സിലല്ലേ നമ്മുടെ ഇടിച്ച്. ജസ്റ്റ് മിസ്. കണ്ടെയ്നറിൽ കൂടെ കയറി പോണ എങ്ങനെയാടാ പരിപാടി? അയ്യോ, സ്റ്റക്കായി. ഞാൻ സ്റ്റക്കായി. ഓക്കെ, ഇതുവഴി കയറി പോ. മൊത്തം സ്റ്റക്കായി പോയി മച്ചാനെ, ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ഈ വഴി പോവാം. ഇതാ കറക്റ്റ് വഴി. ശരിക്കും ഇതാ വഴി. ഇനി ഈ കണ്ടെയ്നറിനകത്തൂടെ കയറണം. എടാ, ഈ ബീജം എങ്ങനെയും നിർത്തി വെക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ ചെവി മറ്റേതാവുന്നു. ഈ വഴി കയറി പോകാൻ പറ്റുമോ? ഈ വഴിയെങ്കിൽ ഈ വഴി കയറി പോവാം. ഇല്ല, കയറി പോകാൻ പറ്റത്തില്ല. റിവേഴ്സ് എടുക്ക്. അയ്യോ ശേ. നിൽക്കേ, ഒന്നുകൂടെ കയറിപ്പോ. ഇതാ ഏറ്റവും നാശം പിടിച്ച ലെവല്. പറ്റുന്നില്ല.
ഇതുവഴി പോവാം കറക്റ്റ് കയറി പോകണം കറക്റ്റ് ആ ഇതാ വഴി. ഞാൻ എന്തിനാ മറ്റേ വഴി പോയതപ്പോൾ? ഇതായിരുന്നു കറക്റ്റ് വഴി. റേസ് ടു ദ ഫിനിഷിംഗ് ലൈൻ. ഓ ഫിനിഷിംഗ് ലൈൻ ആവാറായി. അപ്പം തീരാറായി. അത് വേന്ന് കയറി പോകണം ഇതിൽ. പയ്യെ അല്ല നമ്മൾ പോകേണ്ടത്. കമോൺ അതെങ്ങനെ അവിടെ പിടിച്ചോ? ഞാൻ അതിൻ്റെ അടുത്തൂടെ പോലും പോയില്ല. എടാ ഈ കാറ് വളയത്തില്ലെന്ന് ഒരു തരത്തിൽ. എങ്ങനെ ആൾക്കാരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുന്നത്? ഈ കാറ് വളയത്തില്ല. ഫിനിഷായേ ഇല്ലേ? ദ പാസ്കോഡ് ഈസ് സംവെയർ. ഇവിടെ എവിടെയോ പാസ്കോഡ് ഉണ്ട് അല്ലേ? അല്ല, വെളിയിൽ എവിടെയോ പാസ്കോഡ് ഉണ്ട്. അതിന് എവിടാന്നും വെച്ചോണ്ട് ഞാൻ കണ്ടുപിടിക്കും പാസ്കോഡ്. ഇവിടെ എവിടെ ഇനി പാസ്കോഡ്? അതേണ്ടിരിക്കുന്നു 7923. ഓക്കെ, ഇതോടുകൂടി തീരുമാനിക്കുമെന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്. അപ്പുറത്തെ വശത്തല്ലായിരുന്നു? 7923. ഫൈൻ ദ കോഡ്. ഇതെന്താണോ തീരാത്ത? ഓ ഇതിൽ കൂടെ കയറിയ കാറ് പറക്കും. ഓ അവിടെ ഇനിയെങ്കിലും തീർക്കണമെന്ന്. സ്റ്റോപ്പ് ഓർ യു വിൽ ഡൈയോ? നിർത്താതെ പോണോ ഇതില്ലേ? നിർത്തി കഴിഞ്ഞാൽ ഞാൻ ചത്തുപോകും. നിർത്താതെ പോണം. വെൽക്കം ടു ജപ്പാൻ. എന്തോ നാടാ ഇതെന്താണോ തീരാത്തേ? പോട്ടെ ലെറ്റ്സ് ഗോ. അതെന്തോ? അയ്യോ വലിയൊരു ചെടി. എന്തൊരു കഷ്ടമാന്ന് പറയാ. ഒരു പഴഞ്ഞ സോപ്പൊട്ടി കാര്യം തന്നിട്ട് പോണോ കിളവാ? ഇയാളെ ഇടിച്ചാൽ കളഞ്ഞാലോ? പോട്ടെ നിർത്താ കയറി പോവാ. ദേഷ്യം വരുന്നത് എനിക്ക്. ഇവിടെ വന്ന് നിൽക്കുക. അല്ല പൂ വന്ന് തല വീഴും. ഇനിയും കയറിപ്പോ. ഇതിലും കൂടെ കയറാനുള്ള ടൈം നമുക്കുണ്ട്. മറ്റേ കയറാൻ ടൈമില്ല. അതറിയായിരുന്നു. അത് തീർന്നിട്ട് അങ്ങോട്ട് പോവാം. ഇനിയെങ്കിലും ഒന്ന് ഫിനിഷ് ആക്ക്. എനിക്ക് എൻ്റെ ലൈസൻസ് എന്നിട്ട് പ്ലീസ് ഗീവ് മീ മൈ ലൈസൻസ്. ഇതായിരിക്കും 42ാമത്തെ ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. 42ാമത്തെ. അതുകൊണ്ടാ വേറൊരുത്തം പോന്നടാ. ഒരു കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുന്നു. പാർക്ക് ചെയ്ത് അയ്യോ പാർക്ക് ചെയ്ത്. അങ്ങനെ റീസെറ്റ് ചെയ്യ് കാറ്. എന്നിട്ട് നമുക്ക് പോവാം. വേഗം പോവാം. അതാ നല്ലത്. ടൈമില്ല. ചേടാ എന്തോ നാശമൊക്കെയാന്ന് പറയണേ. ഇത്ര നേരം ഒരു പ്രശ്നമില്ലാത്ത ഗെയിമായിരുന്നു. ഇപ്പൊ കണ്ടില്ലയോ? ഇനി നമുക്ക് കയറിപ്പോ. അടുത്ത റോഡ്. ചേടാ ഇത് എന്തോ ഒരു കഷ്ടമാന്ന് പറയണേ. പിന്നെ ഇടിച്ച് ഇത് പച്ച കത്തി കിടക്കുക. റെഡ് കത്തും നമ്മൾ വരുമ്പോഴത്തേക്കിന്. എനിക്കറിയായിരുന്നല്ലോ കറക്റ്റ് നമ്മൾ വരുന്നതിന്റെ തക്ക നോക്കി അവിടെ റെഡ് കത്ത് വന്നു. കമോൺ ലെറ്റ്സ് ഗോ. ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇതാന്ന് തോന്നുന്നു ലാസ്റ്റ്. അവിടെ 2 ഇതൊക്കെ വെച്ചേക്കുന്നത്. അപ്പൊ ഇതായിരിക്കും ലാസ്റ്റ്. എന്റെ മനസ്സ് ടിക് അടിക്കുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാ ലാസ്റ്റ്. ഇത് വീഴാതെ പോ. ഇതെങ്ങനെ നോക്കിയാലും ഇത് വീഴുവാ. ഇത് കറക്റ്റ് പോണം. വീഴല്ലേ. കറക്റ്റ് പോ. ലാസ്റ്റ് കൊള്ളാം. ഇവിടെ ഐസാ. എടാ ഈ ഗെയിമേ ഒരിക്കലും തീരാറില്ലെന്നാണോ പറയുന്നത്? അത് 100 ലെവൽ വല്ലതും ഉണ്ടോ ഇത്? പോട്ടെ. നല്ല BGM ഒക്കെ വന്നു കേട്ടോ. അയ്യോ ഇതെന്തോടത്? കുഴപ്പമില്ല. ഇത് ഈ പാലം മിക്കവാറും പൊട്ടി വീഴും. ചാൻസ് ഉണ്ട് പൊട്ടാൻ. ഇല്ലടാ പൊട്ടിയില്ലടാ. അയ്യോ ഇത് എന്തൊരു ലെവലൊക്കെയാണ് ഈ തരുന്നേ. കേവും കാവും ഒക്കെയാ തരുന്നത്. കാറൊന്ന് കുടുങ്ങിയല്ലോ ഇവിടെ. വാ ലെറ്റ്സ് ഗോ. കാറ് കുടുങ്ങി. എടാ ഈ കാർ ഒരു തരത്തിൽ പോകുന്നില്ല. സ്റ്റക്കായി കുരുങ്ങി. എനിക്ക് വേണ്ടോ തന്നെ ലൈസൻസ്? പിന്നെ എത്ര നേരമായി? 47ാമത്തെ ലെവലായി. ഇതുവരെ എനിക്ക് ലൈസൻസ് തന്നില്ല. വേണ്ട എനിക്ക് ലൈസൻസ് വേണ്ട. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങ് തീരുമാനിക്കും എനിക്ക് ലൈസൻസ് വേണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഞെക്കി നോക്കുക. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരും.